അതെ, സാറിന്റെ സ്നേഹം കണ്ടോ? അതില്ലാതാക്കാൻ നോക്കരുത്. ഈ സ്നേഹം നിങ്ങളുടെ മോൾക്കുള്ളതല്ലേ? അത് ഞാൻ ഉറപ്പായിട്ട് ഇല്ലാതാക്കാൻ നോക്കും. ഞാൻ ഇവിടുന്ന് മടങ്ങുമ്പോഴേക്കും അയാൾ അവളെ വെറുത്തിരിക്കും. സംസാരം പെരുമാറ്റം ഒക്കെ വ്യത്യാസം. 2 ദിവസം ഹോസ്പിറ്റലിൽ കിടന്നോണ്ട് ഒരാൾ ഇങ്ങനെ മാറുന്നില്ലല്ലോ. ചേച്ചി, വെറുതെ ഓരോന്ന് പറഞ്ഞ് എന്റെ മനസ്സ് കുഴപ്പിക്കില്ലേ? അവള് ചേച്ചിയെ കളിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെന്ന് ഞാനും ചോദിക്കട്ടെ? മോളുടെ അടുത്തേക്കല്ലേ? ഏയ് ചേച്ചി, സമാധാനമായിട്ടിരിക്കേ. ഞാൻ തന്നെ നേരിട്ട് പോയി ചോദിക്കാം. എന്താ മേഡം? ഞാൻ പറഞ്ഞത് കാര്യമൂർത്തി. ഒന്നുകിൽ ഇവിടത്തെ സൗകര്യങ്ങളും ആഡംബരങ്ങളും അനിയന്റെ സ്നേഹമൊക്കെ കണ്ടപ്പോ അവൾ അഹങ്കരിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ വേറെന്തോ കുഴപ്പമുണ്ട്. അഹങ്കാരം തന്നെയായിരിക്കും, അല്ലാതെന്താ? ഇതുവരെ പട്ടിണി കിടന്നുള്ള മുമ്പില് സമൃദ്ധമായ സദ്യ വിളമ്പി വച്ചേക്കല്ലേ, എങ്ങനെ അഹങ്കരിക്കാതിരിക്കും? അപകടമാണ് മൂർത്തി. എത്രയും പെട്ടെന്ന് ഒഴിവാക്കിയില്ലെങ്കിൽ ഈ ഭാരം ജീവിതകാലം മുഴുവൻ നമ്മൾ ചുമക്കേണ്ടി വരും. എങ്ങനെയെങ്കിലും ഒഴിവാക്കിയേ പറ്റൂ. ഇതെന്തേ കാണിക്കുന്നേ? എനിക്ക് ബോറടിക്കുന്നു. അതിനിപ്പോ ഞാനെന്ത് വേണം? അതെ, ആ മൊബൈൽ എടുത്ത് വെച്ച് നോക്കിക്കൂടെ? അല്ലെങ്കിൽ തന്നെ അതിലേക്ക് പെമ്പിള്ളേർ നോക്കിയിരിക്കുന്ന കാണാലോ. ആ, നിങ്ങളുടെ മോള് ചിലപ്പോ അതും നോക്കി ഇരിക്കുന്നുണ്ടായിരിക്കും. എനിക്ക് ആ ശീലമൊന്നുമില്ല. അതെ, എന്റെ മോൾക്ക് ആവശ്യമില്ലാത്ത ശീലങ്ങളൊന്നുമില്ല. എനിക്ക് ഈ മുറിക്കകത്തിരുന്നിട്ട് ബോറടിക്കുന്നൂന്ന്. എന്തായാലും എഴുന്നേറ്റ് ഓടാൻ പറ്റില്ലല്ലോ, കാലൊടിഞ്ഞിരിക്കല്ലേ. ഓരോന്നിന് ഇറങ്ങി പുറപ്പെടുമ്പോ ആലോചിക്കണമായിരുന്നു, ഇങ്ങനെ വന്നിരിക്കേണ്ടി വന്നാലേ ബോറടിക്കുമെന്ന്. ഓ, ഇനിയിപ്പൊ നിങ്ങളുടെ ഉപദേശം കൂടി തുടങ്ങിക്കോ. എനിക്കൊന്ന് പുറത്തിറങ്ങാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോന്ന്. എനിക്ക് ചിറക് വെച്ച് കെട്ടിത്തരാനൊന്നും അറിയില്ല, പറന്നങ്ങ് പോകാൻ. അതെ, നിങ്ങൾ ഈ വൈരാഗ്യം വെച്ച എന്റെ അടുത്ത് പെരുമാറുന്നത്. എന്നെ വലിയ പരിചയമൊന്നുമില്ലാത്ത ആളാ ആ മനുഷ്യൻ. അയാൾ എത്ര നന്നായിട്ടാ എന്റെ അടുത്ത് പെരുമാറുന്നേ. അങ്ങനെ പെരുമാറാൻ സൗകര്യമുള്ളൊരു പെരുമാറും. ഞാൻ അങ്ങനെ പെരുമാറാത്ത കൂട്ടത്തില്. എന്റെ അവസ്ഥ എന്താന്ന് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താ മോളെ മോക്ക് അങ്ങനൊരു അവസ്ഥ? ഇതെന്ത് പറ്റി മോക്ക്? ചേച്ചി വന്ന് പരാതി പറഞ്ഞപ്പോ ഞാൻ അത്ര കാര്യമാക്കിയില്ല. മോളെ അമ്മായിയോട് ദേഷ്യത്തിലാണോ പെരുമാറിയത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പറയുന്നതൊക്കെ സത്യ. ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്നപ്പോ മുതല് മോക്ക് വല്ലാത്തൊരു ചേഞ്ച് ഉണ്ട്. എന്റെ പൊന്നു സാറേ, എന്താ ഈ ചേഞ്ച് എന്നറിയോ? ഇങ്ങനൊരു മുറിക്കകത്തിരുന്നിട്ടുണ്ടോ? പ്രത്യേകിച്ച് ഓടാനും നടക്കാനും ആയ കാലം മുതല് ഓട്ടം അല്ലായിരുന്നോ ഓട്ടം? നാട്ടിലുള്ളപ്പോ പിള്ളേരുടെ കൂടെ ആയിരുന്നു. ഇവിടെ വന്നപ്പോഴോ ദേ കൃത്യം പുതിയൊരു കൂട്ടുകാരിയെ കിട്ടി, മോളിക്കുട്ടി. അതിനിടയിൽ ഇങ്ങനെ വീണുപോയ സഹിക്കൂ? പിന്നെ സാറിന്റെ കൂടെ നടക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള വിഷമം. അതാണോ മോളെ കാര്യം? മോക്കിപ്പോ എന്താ പ്രശ്നം? പുറത്തു പോണോ? എങ്ങനെ പോവും? സിമ്പിൾ അല്ലേ, വീൽ ചെയറിലല്ലേ ഇരിക്കുന്നത്. മോളെ പുറത്ത് കൊണ്ടുപോയിക്കൂടെ? അതൊന്നും വേണ്ട. ആ, തടസ്സം പറഞ്ഞില്ലെങ്കിൽ അമ്മയാവില്ലല്ലോ അല്ലേ മോളെ? മോളെ അച്ഛനിപ്പോ ഇങ്ങനെ വരാം. അതെ, സാറിന്റെ സ്നേഹം കണ്ടോ? അതില്ലാതാക്കാൻ നോക്കരുത്. ഈ സ്നേഹം നിങ്ങളുടെ മോൾക്കുള്ളതല്ലേ? അത് ഞാൻ ഉറപ്പായിട്ട് ഇല്ലാതാക്കാൻ നോക്കും. ഞാൻ ഇവിടുന്ന് മടങ്ങുമ്പോഴേക്കും അയാൾ അവളെ വെറുത്തിരിക്കും. അങ്ങനെ ഞാൻ വിട്ടുകൊടുക്കില്ല. എന്താ? ഒന്നുമില്ല. എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. എന്താ അമ്മയും മോളും കൂടി?
എന്തു പറയാനാ അമ്മേ, അടുക്കള ജോലി ചെയ്യുന്ന മോളുടെ വേഗത കണ്ടല്ലേ അതിശയിച്ചു പോവും. ഇത്രയും ദിവസം കൂടെ നിർത്തി സിത്താര എല്ലാ കാര്യത്തിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടെന്നാ തോന്നുന്നേ. അമ്മ ഇതൊന്ന് കഴിച്ചു നോക്കിയേ, മോള് വെച്ചതാ. കൊടുക്കും മോളെ. നന്നായിട്ടുണ്ട് മോളെ. ഇങ്ങനൊരാളാണ് ഈ വീടിന് ആവശ്യം. അത് ശരി, കറിയപ്പം മോശമായിരുന്നെങ്കിൽ എന്നെ മാറ്റുമായിരുന്നോ മുത്തശ്ശി? നിന്നെ മാറ്റാനോ? ഒരിക്കലുമില്ല. നീ ഈ കുടുംബത്തിലെ രാജകുമാരി അല്ലേ മോളെ? എന്താ രാജകുമാരി രാജ്യം പകത്ത് കൊടുക്കലൊക്കെ? ഗാതമോൾ ഇവിടെ എന്തൊക്കെ ചെയ്തു എന്നാ നീ കരുതിയത്? ഈ ഇരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടോ? എന്നെ കൊണ്ട് തൊടാൻ സമ്മതിച്ചിട്ടില്ല. എല്ലാം ഗാതമോള് ചെയ്തതാ. അമ്മ ഹാപ്പിയാണല്ലോ, ആ മുത്തശ്ശി ഹാപ്പിയാണല്ലോ. നവീൻ, നീ ഹാപ്പിയാണോ? അത് പറ. പിന്നെ എന്റെ സന്തോഷത്തിന് ഒരു അതിരുമില്ല. ആ ഗാഥ, നമുക്കൊരു സ്ഥലം വരെ പോണല്ലോ. ആ, എവിടേക്കാ? അത് മനോഹരമായ ഒരു സ്ഥലമാണ്. അവിടെ ചെല്ലുമ്പോ തനിക്കൊരു സർപ്രൈസ് ഉണ്ട്. ആ, വലിയ യാത്രയാണോ? എനിക്കിതേ ഒരുപാട് ജോലികൾ ബാക്കിയുണ്ട്. അതെ, ആ ജോലിയൊക്കെ അമ്മ ചെയ്തോളാം. അതിന്റെ പേരിൽ രണ്ടാളും യാത്രയൊന്നും മാറ്റി വെക്കണ്ട. അല്ലെങ്കിലും കുറെ നാളിന് ശേഷം കാണുന്നതല്ലേ രണ്ടുപേരും. ഒന്ന് പോയി കറങ്ങിട്ടൊക്കെ തിരിച്ചു വാ മോനെ. ആ, അല്ല മുത്തശ്ശി. ചെല്ലുകുട്ടി. എടോ, താൻ വന്നേ. നമ്മളീ പോകുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെ തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. നമ്മൾ കാണാൻ പോകുന്ന ആളെ. ആ, നവീൻ എന്താ കാര്യം എന്ന് പറ. അത് പറ്റത്തില്ല. ഇതൊക്കെ ഒരു ഭർത്താവിന്റെ പ്രിവിലേജാ. താൻ വന്നേ. ചെല്ലു മോളെ. എന്തൊരു ഇണക്കം അല്ലേമ്മേ. എപ്പോഴും കരുതും ഇതിങ്ങനെ തുടർന്നു പോയാൽ എന്താന്ന്. അപ്പോഴേക്കും എന്തെങ്കിലും ഒരു കുഴപ്പം വന്ന് വീഴുകയും ചെയ്യും. ഇല്ല സുമിത്രേ, അവര് തമ്മിൽ ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതിന് നീ ധൈര്യമായിട്ടിരുന്നു. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഓർമ്മയില്ലേ? എന്നിട്ട് എവിടുന്ന അമ്മയ്ക്ക് ഇത്ര ധൈര്യം? ദൈവം തരും, നീ നോക്കിക്കോ. അവര് സമാധാനായി പോയിട്ട് തിരിച്ചു വരും. അവര് തമ്മിൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അത് ഈശ്വരന്റെ തീരുമാനമാണ്. നവീൻ, നമ്മള് ഇത് എങ്ങോട്ടാ പോകുന്നേ? അതൊക്കെ ആ സ്ഥലത്ത് ചെന്നിട്ട് പറയാം.